Good evening, doctors. Welcome to this session conducted by HMT and Company Chartered Accountants. നമ്മൾ ഇന്നത്തെ ഈ സെഷന്റെ ഉദ്ദേശം തന്നെ ബീയിങ് ഡോക്ടേഴ്സ്, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സാലറീഡ് എംപ്ലോയി ആവട്ടെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണൽ ആവട്ടെ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻകം ടാക്സിന്റെ ആപ്ലിക്കബിലിറ്റി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേർബൈ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈമായി. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് നിങ്ങൾ എലിജിബിൾ ആണ് അത് ക്ലെയിം ചെയ്യാനും, പ്ലസ് അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾ ഓരോ ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവെയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷന്റെ ഉദ്ദേശം. ലൈക്ക് ഐ സെഡ്, നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടേംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റും ക്യൂറും കാര്യങ്ങളും റെക്കോർഡ് ആയിട്ടുള്ള കേസസിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ ടേംസ് ഒക്കെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ വി ആർ ഓൾവേസ് താങ്ക്ഫുൾ ടു ദം. സോ ഇന്ന് ഞങ്ങളെ ടേൺ ആണ് നിങ്ങൾക്ക് മാക്സിമം ഇത് എത്രമാത്രം സിമ്പിൾ ആക്കി തരാൻ പറ്റും അങ്ങനെ ചെയ്തു തരാൻ. മൈസെൽഫ് സി എ ഷാനുൽ ഉസ്മാൻ, HMT ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസിലെ പാർട്ണറാണ്. അലോങ് വിത്ത് മീ ഇന്നത്തെ സെഷനിലുള്ളത് അതർ പാർട്ട്നേഴ്സ് ഓഫ് HMT ആൻഡ് കമ്പനി. ഷബീബ് ഉണ്ട്, ഹു ഇസ് അവർ ഓഡിറ്റ് മാനേജർ ആൻഡ് ഓപ്പറേഷൻസ് ഹെഡ് ആണ്. പിന്നെ ഷമീമും ഉണ്ട്, ആള് ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഹെഡാണ്. ഈ സെഷനിൽ നമ്മൾ ഓൾ ടുഗദർ ഒരു ഓവർവ്യൂ നമ്മൾ പറയാൻ പോണത് ഇൻകം ടാക്സ് റിട്ടേൺ എന്താണ്, TDS എന്താണ്, സാലറീഡ് ഡോക്ടേഴ്സിനുള്ള ടാക്സിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെ, ഒരു ക്ലിനിക് അല്ലെങ്കിൽ പ്രാക്ടീസിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനാണെങ്കിൽ അതിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയൊക്കെ. അവിടെ തന്നെ നമുക്കുള്ള ഒരു പ്രിസംപ്റ്റീവ് ടാക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് റവന്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, എത്രക്കാണ് നമ്മൾ ടാക്സ് അടക്കാൻ ലയബിൾ ആവുക. അതേപോലെ തന്നെ TDS ആപ്ലിക്കബിലിറ്റിയും, പിന്നെ നമുക്ക് എത്രയാണ് ക്യാഷ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക, അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നും, ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും, ഇങ്ങനെ ഓവറോൾ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. സോ ഐ എം ഹാൻഡിങ് ഓവർ ടു മൈ പാർട്ട്ണർ ഷബീബ്. ഹലോ. മ്യൂട്ടാണ്. ഹലോ, അടിപൊളിയല്ലേ? ഓക്കെ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മളിൽ പല ആൾക്കാർക്കും നമ്മുടെ ലൈഫിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, നമുക്ക് എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ. പല ആളുകൾക്കും അതിന്റെ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ അറിയാത്ത ആളുകൾ ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിലുണ്ടാവും. ആക്ച്വലി ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിലെ നമ്മളെ റവന്യൂ എന്താണ് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളത്, അതിന് എത്രയാണ് നമ്മൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആനുവൽ റിപ്പോർട്ടാണ്. അതായത് നമ്മൾ ഇൻകം എത്ര ഏൺ ചെയ്തു, അതിലേക്ക് ടാക്സ് നമ്മൾ എത്ര അടച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും അടക്കാൻ പെൻഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അടച്ചത് എക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് റീഫണ്ട് മേടിക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഫോമാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. പല ആളുകളുടെയും വിചാരം നമ്മളെന്താ വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണോ, ഇന്ത്യയിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, TDS കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരുന്ന ആളുകൾ പിടിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്തിനാണ് IT റിട്ടേൺ ഫയൽ ചെയ്യണത് എന്നുള്ള സംശയം കുറെ ആൾക്ക് ഉണ്ടാവാറുണ്ട്. ആക്ച്വലി നമ്മൾ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട കാര്യമാണ് IT റിട്ടേൺ എന്ന് പറയുന്നത്. അതിന് പല റീസണുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു വിസ പ്രോസസ്സിങ്ങിന് നമ്മൾ പോവുകയാണ്, ഏതെങ്കിലും ഒരു വിസക്ക് നമ്മൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ പല ഫോറിൻ എംബസികളും നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളെ ലാസ്റ്റ് 2 ഇയറിന്റെ IT റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ കോപ്പി, അല്ലെങ്കിൽ നമ്മൾ ഒരു ബാങ്കിൽ ഒരു ലോൺ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെഹിക്കിൾ ലോണോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്താലും അവർ നമ്മുടെ ആധികാരികമായിട്ട് ചോദിക്കുന്നുണ്ടാവുക നമ്മളുടെ IT റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ കോപ്പിയാണ്. അതായത് നമ്മളുടെ ആധികാരികമായിട്ടുള്ള ഇൻകം പ്രൂഫാണ് എന്ത് ചെയ്യുന്നത് IT റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി വേറെ കാര്യങ്ങൾ വരാം. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി, നമ്മുടെ സിവിൽ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മളൊരു ഇൻകം ക്രെഡിബിലിറ്റി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ITR ആണ്. അത് മാത്രമല്ല ITR റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യകത. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല കേസുകളിലും നിങ്ങളുടെ TDS പിടിച്ചതുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വെഹിക്കിൾ 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികൾ മേടിച്ചിട്ടുണ്ടാവാം. ഇതിന്റെയൊക്കെ ഇൻഫർമേഷൻ ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ടാവും. നമ്മൾ റിട്ടേൺ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടീസുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൾടുഗദർ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമുക്ക് എക്സസ് എന്തെങ്കിലും എമൗണ്ട് നമ്മളെ പേയ്മെന്റ് നടത്തിയ ഹോസ്പിറ്റലുകളോ അല്ല ക്ലിനിക്കുകളൊക്കെ നമ്മുടെ TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മുടെ IT റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഓൾടുഗദർ ഈ പർപ്പസുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, IT റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധമാണ്. ഇനി
ഒന്നുമില്ല, ഇതൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും ടി ഡി എസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, മിനിമം 4 ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ അയാൾ IT റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നാണ് റൂളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളത് നമുക്കൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവർക്കും ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യം പറഞ്ഞത് മാത്രം. ഇനി നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമല്ലോ. ജനറലി ഡോക്ടേഴ്സിന് 2 ടൈപ്പ് ഓഫ് ഇൻകം ആണ് വരാറുള്ളത്, നമ്മൾ നോർമലി കാണാറുള്ളത്. അതായത് ഒന്നില്ലെങ്കിൽ അയാൾ എന്തായിരിക്കും, ഒരു സാലറീഡ് എംപ്ലോയി ആയിരിക്കും ആ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അതല്ലെങ്കിൽ അയാൾ എന്തായിരിക്കും, ഒരു പ്രൊഫഷണൽ ആയിട്ടായിരിക്കും അവിടെ എൻഗേജ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ പല ആളുകളും വിചാരം ഞാനൊരു പ്രൊഫഷണൽ, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ പ്രൊഫഷണൽ ഇൻകം എന്നാണ്. ആക്ച്വലി നമ്മൾ കിട്ടുന്ന എല്ലാ ഇൻകം പ്രൊഫഷണൽ ഇൻകം അല്ല. അത് നമുക്ക് ആക്ച്വലി ഡിഫൈൻ ചെയ്യണത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, അവിടെ നമുക്ക് സാലറീഡ് ആയിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നത് നമ്മളവിടെ ഒരു പേറോൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ പേര് അതിലുണ്ട്, നമുക്ക് PF ESI പോലത്തെ ബെനിഫിറ്റുകൾ, പെൻഷൻ പോലത്തെ ഐറ്റംസുകളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് തരുന്ന പേയ്മെന്റിന്റെ മുകളിൽ സെക്ഷൻ 192 പ്രകാരമാണ് TDS കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളൊരു സാലറീഡ് എംപ്ലോയി ആണ് അവിടെ. നമ്മളെ ഇൻകം സാലറി ആയിട്ട് മാത്രം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നമുക്ക് കിട്ടുന്ന ഇൻകം വേറെ രീതിയിലാണ്. അതായത് ഇപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ ചാർജ് ആയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ പല ആളുകളും പല ഹോസ്പിറ്റലുകളിലൊക്കെ മൾട്ടിപ്പിൾ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലിനിക്ക് റൺ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവരൊക്കെ നമുക്ക് പേയ്മെന്റ് തരുന്നത് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെയാണ്, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാതെയാണ്, നമുക്ക് അവിടെ ഒരു ഫിക്സ്ഡ് കമ്മിറ്റ്മെന്റ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊസീജിയറൽ ചാർജ് ഒക്കെ ആയിട്ടാണ് അവിടുന്ന് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, അത് ആക്ച്വലി പ്രൊഫഷണൽ ഇൻകം ആണ്. അതൊരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. അവിടെ നമുക്ക് TDS പിടിക്കുന്നതുണ്ടാവാം മിക്കവാറും 194J എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരമായിരിക്കും. അതായത് 10% ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക TDS പിടിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ആണ് TDS. നിങ്ങൾ ഓൾമോസ്റ്റ് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, TDS എന്താന്ന് കേട്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈനോട് പറഞ്ഞുതരാം എന്താണ് TDS എന്നുള്ളത്. TDS ആക്ച്വലി നമുക്കൊരു എക്സ്പെൻസ് അല്ല. പല ആളുകളും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നോർമൽ ആളുകൾ അങ്ങനെ തന്നെയാണ് ധരിച്ചു വെക്കാറുള്ളത്. TDS എന്ന് പറഞ്ഞത് ഗവൺമെന്റ് നമ്മളൊന്ന് പിടിച്ചു വെക്കണമായിരിക്കും. ആക്ച്വലി TDS എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രൊസീജിയറാണ്, ഇൻകം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതായത് ഇപ്പൊ നമ്മളൊരു വർഷത്തിൽ എന്തെങ്കിലും റവന്യൂ ഏൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ റവന്യൂ ഏൺ ചെയ്യേണ്ടതിന്റെ മുകളിൽ ഒരു നിശ്ചിത എമൗണ്ട് ടാക്സിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഇൻകം ടാക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയാണ് TDS എന്ന് പറയുന്നത്. നമുക്ക് പേയ്മെന്റ് വരുന്ന ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിന്നൊരു എമൗണ്ട് TDS എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും ടാക്സിന്റെ പോർഷനിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പേരിൽ തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അവിടെ എന്തുണ്ടാവും, അഡ്വാൻസ് ടാക്സ് അടച്ച പോലെ ഉണ്ടാവും നമ്മുടെ ഭാഗത്ത് നിന്ന്. അത് നമുക്ക് എന്താ എക്സസ് ആണെങ്കിൽ റീഫണ്ട് മേടിക്കാം. ഇനി അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വരും, നമ്മൾ അഡീഷണൽ ടാക്സ് അടക്കം വേണ്ടി വരും. ഈ ഒരു പ്രൊസീജിയറാണ്. അതായത് ഇൻകം ഏർലി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഗവൺമെന്റിന് കിട്ടാനുള്ള എമൗണ്ട് കറക്റ്റ് സമയത്ത് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് TDS എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല ആളുകളും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവലി നിങ്ങളെ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഫോം 16 കിട്ടുന്നുണ്ടാവും. ചില ആളുകളെങ്കിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഫോം 16 അല്ലെങ്കിൽ ഫോം 16A എന്ന് പറയുന്നത്. നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണ് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം 16 ആണ് കിട്ടുക. ഈ TDS പിടിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ആണത്. നമ്മുടെ നിന്ന് എത്ര എമൗണ്ട് പിടിച്ചു, അത് എത്ര എമൗണ്ട് ബാങ്കിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ക്വാർട്ടർലി റിപ്പോർട്ടാണ് ഈ ഫോം 16 എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സെക്ഷൻ 194J പ്രകാരമായിരിക്കും TDS പിടിക്കുന്നുണ്ടാവുക. അതിന് ഫോം 16A ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, എല്ലാ ഇൻകത്തിനും എന്തില്ല, TDS പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതൊക്കെ എമൗണ്ടിനാണ് ഈ TDS പിടിക്കേണ്ടത്. നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർഷത്തെ മൊത്തം സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വർഷം ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അസസ് ചെയ്യും. അതിന് നമ്മൾ 12 മാസത്തിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ മന്തിലും TDS ആയിട്ട് അവർ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുന്ന TDS ഓൾമോസ്റ്റ് നമ്മുടെ ഇൻകത്തിന് മാച്ച് ആയിട്ടുള്ള TDS ആയിരിക്കും. നമ്മൾ വർഷാവസാനം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം മതി, നമുക്ക് എന്തുണ്ടാവില്ല, റീഫണ്ടോ അല്ലെങ്കിൽ അഡീഷണൽ അടക്കേണ്ട ആവശ്യം അവിടെ വരാറില്ല. ഇനി ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മൾ 194J പ്രകാരമാണ് നിങ്ങൾ TDS കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50,000 രൂപന്റെ മുകളിൽ നിങ്ങളൊരു വർഷം ഒരു എംപ്ലോയർ കിടന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് പ്രൊഫഷണൽ ഫീ ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ
10% TDS കട്ട് ചെയ്യണമെന്നാണ് റൂള്. അത് നിർബന്ധമായിട്ടുള്ളതാണ്. ആ സ്ഥാപനത്തിന് അത് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് TDS കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന എമൗണ്ടിൽ സ്വാഭാവികമായിട്ട് നമ്മൾ IT റിട്ടേൺ വർഷാവസാനം ഫയൽ ചെയ്യുമ്പോൾ കൂടുതൽ കുറയുകയോ ചെയ്തേക്കാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ആയിട്ട് മേടിക്കാൻ പറ്റും. കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ടാക്സ് അങ്ങോട്ട് അടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് TDSന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻകം ടാക്സിന്റെ റിട്ടേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ കണക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻകം ടാക്സിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സാലറീഡ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്ക്ലോസ് ചെയ്ത ഇൻകം അല്ലെങ്കിൽ നമുക്ക് ആനുവലി നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിൽ നിന്ന് നമുക്ക് ആകെ അലോബിൾ ആയിട്ടുള്ളത് ഒരേ ഒരു എക്സ്പെൻസ് മാത്രമാണ്. ഒരു 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഫിക്സ്ഡ് ഡിഡക്ഷൻ ആണത്. നമ്മൾ ഇൻകത്തിൽ നിന്ന് അത് മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സിലെ സ്ലാബ് റേറ്റ് പ്രകാരം ടാക്സ് അടക്കൽ നിർബന്ധമാണ്. ഇനി നമുക്ക് പ്രൊഫഷണൽ ലിങ്ക് ആയിട്ടാണ് നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണ് നമ്മളെ ഇൻകം നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലിനിക്ക് റൺ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യാണ്, ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് എക്സ്പെൻസുകൾ വരും. റെന്റ്, അല്ലെങ്കിൽ നമ്മളുടെ നഴ്സസിൻ്റെ സാലറി കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസുകളോട് നമുക്ക് പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് എക്സ്പെൻസ് കാണിക്കാൻ പറ്റും. ഈ ഇൻകം പ്രൊഫഷനായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കൊരു സെക്ഷൻ 44AD എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ പ്രകാരം എക്സ്പെൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമുക്കൊരു വാർഷിക വരുമാനം നമുക്കൊരു 50 ലക്ഷത്തിന് താഴെയാണ്, അതല്ലെങ്കിൽ നമ്മൾ ഫുൾ ഒരു 95% നമ്മുടെ റവന്യൂ അക്കൗണ്ട് ത്രൂ ആണ് വന്നിട്ടുള്ളത്, ബാങ്ക് ത്രൂ ആണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 75 ലാഖിന്റെ താഴെയാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമുക്ക് 50% നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സോ എൻ്റെ ഇൻവോയ്സുകളോ വൗച്ചേഴ്സുകളോ ഇതൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻസിന്റെ റെക്കോർഡുകളൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 50% നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പോലെ ക്ലെയിം ചെയ്യാൻ പറ്റും. ബാലൻസ് 50%, 50% എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇൻകത്തിന് ടാക്സ് അടച്ചാൽ മതി. ഈ ഒരു പ്രൊവിഷനാണ് നമ്മൾ 44AD എന്ന് പറയുന്നത്. പൊതുവെ പ്രൊഫഷണൽസ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണത്. അതായത് നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പ്രോപ്പറായിട്ട് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേ, ലെഡ്ജറോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റ് ചെയ്ത രജിസ്റ്ററുകളോ വൗച്ചറുകളോ ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ നിങ്ങൾ ആ വർഷത്തെ ആനുവലായിട്ട് കളക്ട് ചെയ്ത എമൗണ്ട്, അതിൻ്റെ 50% എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നു, ബാക്കി 50% നമ്മൾ ടാക്സ് അടക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് 50 ലക്ഷത്തിൽ കൂടുതലാണ് വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ വന്ന് തന്നെ 75 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, അപ്പൊ നമുക്ക് നിർബന്ധമായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുകയും, അതായത് ഈ പറഞ്ഞ ക്യാഷ് ബുക്ക്, ജേണൽ, ലെഡ്ജർ, പേഷ്യന്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ അവിടുത്തെ എക്സ്പെൻസുകളുടെ ഒക്കെ വൗച്ചറുകൾ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ കീപ്പ് ചെയ്യുകയും വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണ്ട തന്നെ നമ്മൾ IT റിട്ടേൺസ് ഫയൽ ചെയ്യാൻ. നിങ്ങളെ കേസിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ IT റിട്ടേൺസിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിൽ തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് മിക്സഡ് ഇൻകം ഉള്ള ആളുകൾ ഉണ്ടാവും. അതായത് ഒരേ സമയം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓർഗനൈസേഷനിലൊക്കെ സാലറീഡ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ക്ലിനിക്ക് റൺ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ഓൺലൈനായിട്ട് കൺസൾട്ടിങ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സാലറീഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം സാലറി എന്ന കാറ്റഗറിയിൽ നമ്മൾ സെൽഫ് ഡിക്ലെയർ ചെയ്തിട്ട് വേണം IT റിട്ടേൺ ഫയൽ ചെയ്യാൻ. പ്ലസ് നമ്മൾ പ്രൊഫഷണൽ ഇൻകം ആയിട്ടും നമുക്കവിടെ കാണിച്ചിട്ട് വേണം ഫയൽ ചെയ്യാൻ. രണ്ടും നമ്മൾ ക്ലബ് ചെയ്തിട്ട് കാണിച്ചാൽ മാത്രമേ നമ്മൾ IT റിട്ടേൺ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ മിക്സഡ് ഇൻകം വരുന്ന ആളുകൾ ആ 2 ഇൻകം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ IT റിട്ടേണിൽ കാണിക്കണം. ഇനി ഇതിന്റെ ഒരു നിങ്ങൾക്ക് സിംപ്ലി മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് 44AD എന്നുള്ളതും എന്താണ് സാലറി എന്നുള്ളതും നിങ്ങൾക്കൊരു ഇൻകം ബേസിൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ പാർട്ണർ ഷമീം തരുന്നതാണ്. ഷമീമിനെ ഹാൻഡിൽ പറയുന്നു. ഇതിൽ നമുക്ക് 2 രീതിയിലുള്ള ഇൻകത്തിന് എങ്ങനെയാണ് അതിന്റെ ടാക്സേഷൻ വരുന്നത് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത് സാലറി ആയിട്ട് മാത്രമാണ് നമുക്ക് ഇൻകം എങ്കിൽ എത്രയാണ് ടാക്സ് വരിക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മളെ പ്രൊഫഷണൽ ഇൻകം ആണ്, അതിൽ നമ്മൾ ഓഡിറ്റ് ഒന്നും ഇല്ലാതെ 44AD നേരത്തെ ഷബീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിസംറ്റീവ് ആയിട്ട് 50% ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന രീതിയാണ് പ്രിസംറ്റീവ് ആയിട്ട് വരുന്നത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ടാക്സ് വരിക എന്നുള്ളത് 3 ലെവൽ ഓഫ് ഇൻകത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ടാക്സിന്റെ ഇമ്പാക്ട്
നമുക്ക് വരുന്നതെന്ന് നമ്മളിതിൽ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് 12 ലക്ഷം ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ അതിൽ അദ്ദേഹത്തിന് സാലറി എന്ന അർത്ഥത്തിലാണ് കിട്ടുന്നതെങ്കിൽ എത്ര ടാക്സ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സാലറി ആയിട്ട് വരുമ്പോൾ നമുക്ക് ആകെ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് 11,25,000 ടാക്സ് അടക്കണം. നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. 12 ലക്ഷം ഇൻകം ഉള്ള ആളുകൾക്ക് റിബേറ്റ് കിട്ടും. നോർമലി 12 ലക്ഷം ഇൻകത്തിന് 60,000 രൂപ ടാക്സ് ഉണ്ട്. പക്ഷേ ഈ 60,000 രൂപയും 12 ലക്ഷത്തിന്റെ താഴെ ഇൻകമുള്ള ആളുകളാണെങ്കിൽ റിബേറ്റ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ 11,25,000 ഇൻകത്തിന് 0 ആണ് ടാക്സ് വരിക. അതേപോലെ 44 ADA പ്രകാരം 12 ലക്ഷത്തിന്റെ ഇൻകം ആണ് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് 50% വരെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബാക്കി 6 ലക്ഷത്തിന് ടാക്സ് അടച്ചാൽ മതി. അവിടെയും നമുക്ക് റിബേറ്റ് കിട്ടുന്നതുകൊണ്ട് 0 ആണ് ടാക്സ് വരുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻകം നമ്മൾ എടുത്തിട്ടുള്ളത് 24 lakh ആണ്. ആ രീതിയിൽ നമ്മൾ വരുമ്പോൾ സാലറി ആയിട്ടാണ് അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നതെങ്കിൽ 24 ലക്ഷത്തിൽ നിന്ന് 75,000 കുറച്ച് ബാക്കി 23,75,000 ടാക്സ് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് റിബേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ സാലറി ഇൻകത്തിന് നമുക്ക് 2,92,500 രൂപയാണ് ടാക്സ് ആയിട്ട് വരിക. ഇതേ ലെവൽ ഓഫ് ഇൻകം നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടുകയും നമുക്കതിന് 50% ഒരു എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന നിരക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ലക്ഷത്തിന് ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് റിബേറ്റ് ടേക്കൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ടാക്സ് വീണ്ടും 0 ആയിട്ടാണ് വരിക. അപ്പൊ 24 ലക്ഷം ഇൻകമുള്ള ആള് സാലറീഡ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ 2,92,500 കടക്കും വേണ്ടി വരും. അതൊരു പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നതെങ്കിൽ ടാക്സ് 0 ആണ് നമുക്ക് വരുന്നത്. ഇത് ഇനി 36 ലക്ഷം ആകുമ്പോഴും ഇതേപോലെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. 36 ലക്ഷത്തിന് സാലറി നമ്മൾ 25,000 കുറച്ച് ബാക്കി 35,25,000 ടാക്സ് വരുന്നുള്ളൂ. പക്ഷെ അതിന് 6,63,000 ആണ് ടാക്സ് ലയബിലിറ്റി വരിക. പിന്നെ പ്രൊഫഷണൽ ഇൻകം ആകുമ്പോൾ 36 ലക്ഷത്തിന്റെ 50% വരെ നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്ത് ബാക്കി 18 ലക്ഷത്തിന് ടാക്സ് വരുമ്പോൾ അവിടെ നമുക്ക് റിബേറ്റ് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും 36 ലക്ഷത്തിന് കമ്പയർ ചെയ്യുമ്പോൾ സാലറി ഇൻകത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ടാക്സിൽ നല്ല കുറവുണ്ടാവും. ടോട്ടൽ ടാക്സ് വരുന്ന 1,66,400 ആണ്. നെറ്റ് ഡിഫറൻസ് 4,96,000 രൂപന്റെ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ സാലറി ഇൻകം ആയിട്ടും പ്രൊഫഷണൽ ഇൻകം ആയിട്ടും നമ്മളെ ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ മൈൻഡിലേക്ക് പൊതുവിൽ എല്ലാ ആളുകളുടെയും മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ക്യാഷ് ആയിട്ട് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സത്യത്തിൽ ഇൻകം ടാക്സ് ആക്ടിലോ മറ്റോ എവിടെയും ഇത്രേ ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ, നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് വെക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. എത്ര വേണമെങ്കിലും വെക്കാം. വേറെ ആക്ടുകളിലൊന്നും ക്യാഷിന് ലിമിറ്റ് ഇല്ല ഹോൾഡ് ചെയ്യുന്നതിന്. പക്ഷെ നമുക്ക് അതിന് ലീഗൽ സോഴ്സ് നമുക്ക് പറയാൻ പറ്റണം. നമ്മളെ പ്രൊഫഷണൽ ഇൻകം പ്രകാരം കിട്ടിയതാണെന്ന് പറയുക, അതിന് ടാക്സ് അടച്ചിട്ടുള്ള ഇൻകം ആയിട്ടുണ്ടാവുകയും വേണം. അല്ലെങ്കിൽ ടാക്സബിൾ അല്ലാത്ത എക്സെപ്റ്റഡ് ഇൻകം മറ്റോ ആയിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതർവൈസ് അതിന് ഒരുപാട് റിസ്ട്രിക്ഷൻസ് എന്തുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ തൊട്ട് താഴെ കാണിച്ചിട്ടുള്ള ഒരു 4 സെക്ഷൻസ് പറയുന്നത്. 269 ST SS T 40A3 എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് ക്യാഷ് സ്വീകരിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു ഇവന്റിലോ മറ്റോ നമുക്ക് ക്യാഷ് സ്വീകരിക്കാൻ പറ്റുന്നതിന് മാക്സിമം ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് ഒരു ഇവന്റിനെ ബേസ് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് മാക്സിമം 2 ലക്ഷം രൂപയാണ്. അത് വാങ്ങുന്ന ആളെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് 2 ലക്ഷം രൂപയെ വാങ്ങാൻ പാടുള്ളൂ. നമ്മൾ ലോണായിട്ടാണ് അത് കിട്ടുന്നത് എങ്കിൽ കിട്ടുകയോ കൊടുക്കുകയോ ചെയ്യുന്നതെങ്കിൽ 20,000 ആണ് അതിൻ്റെ ഒരു ലിമിറ്റ്. അതിന് മുകളിലേക്ക് ക്യാഷ് ലോൺ കിട്ടിയെന്നോ ക്യാഷ് ലോൺ കൊടുത്തു എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒരു നമ്മളെ ബിസിനസിന്റെ കേസ് പറഞ്ഞ പോലെ ഓഡിറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എക്സ്പെൻസോ കാര്യങ്ങളോ അതിൽ പറയുന്നുണ്ടെങ്കിൽ അത് 10,000 മേലേക്ക് ക്യാഷ് എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലിമിറ്റുകളെ പരിഗണിക്കാതെ നമ്മൾ നമ്മളിതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് 100% വരെ പെനാൽറ്റി വരും. നോർമലി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി പ്രിസംറ്റീവ് ആയിട്ട് ഈ 44 ADA ഓപ്റ്റ് ചെയ്ത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കാറുള്ള മിസ്റ്റേക്കുകളാണ്. നമ്മൾ കണ്ടുവരുന്ന കുറെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അഥവാ നമ്മൾ പൊതുവെ പറയുന്ന സംഗതി 50% വരെ നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 40 ലക്ഷം ഇൻകം ഉള്ള ഒരാളത് 20 ലക്ഷം എന്ത് ചെയ്യും 50% എക്സ്പെൻസ് ക്ലെയിം ചെയ്തിട്ട് 20 ലക്ഷം ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ച് പോകും.
പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മളെ കയ്യിൽ ക്യാഷ് എത്ര ബാക്കിയുണ്ട്, അതോടൊപ്പം ബാങ്കിൽ എത്ര ബാലൻസ് ബാക്കിയുണ്ട്. അത് ഓപ്പണിംഗ് മുതൽ കഴിഞ്ഞ വർഷത്തെ കോഴ്സിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ എത്രത്തോളം ഹൈക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് നമുക്ക് ബാങ്ക് ബാലൻസ് 10 ലക്ഷം രൂപ ഉണ്ട്. നമ്മൾ ഓപ്പണിങ്ങിൽ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ക്ലോസിങ്ങിൽ നമുക്ക് 10 ലക്ഷം ബാലൻസ് ഉണ്ടെന്ന് വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് EMI-കളായിട്ടും മറ്റും നോർമൽ എക്സ്പെൻഡിച്ചറായിട്ട് ബാങ്കിൽ തന്നെ 15 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ പോകുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് അവിടെ ബാക്കിയുള്ള 10 ലക്ഷവും നമ്മളെ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള, അത് ശരിക്കും ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് പറയാൻ പറ്റില്ല, ഹോം ലോണോ കാര്യങ്ങളോ ഒന്നും. 50% എക്സ്പെൻഡിച്ചറിൽ ക്ലെയിം ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമുക്ക് ഇൻകം ഏകദേശം ഒരു 30 ലക്ഷത്തോ അല്ലെങ്കിൽ 25 ലക്ഷം നമ്മൾ ഡിക്ലെയർ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ നമ്മൾ 44AD ഓപ്റ്റ് ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് 50% എക്സ്പെൻസ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കാറുണ്ട്. 50% എന്ന് പറഞ്ഞാൽ മാക്സിമം എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം എന്നാണ്. അത്ര തന്നെ ക്ലെയിം ചെയ്യണോ വേണ്ടേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതിന് ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട്. പിന്നെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ എന്തുകൊണ്ട് ഫയൽ ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ, നമ്മൾ പറയാതെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേരിയസ് സോഴ്സിൽ നിന്ന് നമ്മളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അതിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറച്ച് സംഗതികളാണ് 26AS, AIS, TIS എന്ന് പറയുന്നത്. 26ASൽ നമ്മളെ എടുത്തുന്ന ആരെങ്കിലും TDSോ മറ്റോ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഈ 26AS എന്നുള്ളതിൽ കാണാൻ പറ്റും. AS എന്ന് പറയുന്നത് വിവിധ ബാങ്കുകളിൽ നിന്നോ മറ്റോ അവരെന്തെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതോ ക്യാഷ് വിഡ്രോ ചെയ്തതോ മറ്റോ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഫയൽ ചെയ്ത റിപ്പോർട്ട് നമുക്ക് കാണുന്നതാണ് AS എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ 3 മാസം കൂടുമ്പോൾ ആനുവൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടും കൂടെ അവർക്ക് ഫയൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഫയൽ ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ മനസ്സിൽ നോക്കിയിട്ട് നമ്മളെ അക്കൗണ്ട്സിൽ നിന്ന് പോയിട്ടുള്ള എമൗണ്ടുകളെ കുറിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓവറോള് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷമീം പറഞ്ഞ പോലെ നമ്മളെ ഇൻഫർമേഷൻ, നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്ക് ഏതൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റുകളുണ്ട്, നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയറുകളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇൻകം ടാക്സിന് ആക്ച്വലി ഒരു 365 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഇൻകം ടാക്സിനെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരു ലാൻഡ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ IT റിട്ടേണിൽ അത് കാണിക്കണം, അത് പരിഗണിക്കണം. നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും രീതിയിൽ FD അല്ലെങ്കിൽ ലോൺ റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ IT റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതർവൈസ് നമ്മൾ IT റിട്ടേൺ നമ്മൾ ഈ സാലറി മാത്രം കാണിച്ചിട്ട് ഫയൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ തന്നെ ഇൻകം ടാക്സിന് തരുന്ന എന്തെങ്കിലും നോട്ടീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ രോഗത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. കറക്റ്റായിട്ട് അവർക്ക് ഗൈഡ് ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ അടുത്ത് വരുമ്പോഴും നിങ്ങളുടെ ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് ടാക്സ് പ്ലാൻ ചെയ്യാനും അതനുസരിച്ചുള്ള IT റിട്ടേൺ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സെൽഫായിട്ട് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന മിസ്റ്റേക്കുകളാണ് ഞാൻ സൂചിപ്പിച്ചത് മാത്രം.